മതമേതെന്ന് നോക്കാതെ എല്ലാവരും വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ മാനുഷികമായ പരിഗണന നൽകുന്നിടത്ത് നമുക്ക് സമരം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നല്ല ലോകത്തിൻ്റെ അവസ്ഥ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുടുംബ കോടതികൾ പോയാൽ നമ്മുടെ നാട്ടിൽ 150 കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ 149 കുടുംബവും കോടതി വരാന്തയിലാണ്. കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമില്ലാതെ സംശയരോഗത്തിൻ്റെ പേരിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ, അമ്മായിമ്മ പോരിൻ്റെ പേരിൽ കുടുംബം കോടതി കയറി വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ മക്കൾ അനാഥരാകുന്ന ഒരവസ്ഥ. നമ്മുടെ നാടുകളിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും അതേപോലെ തന്നെ ഇവിടെ നാടോടികളുമായ ആളുകൾക്ക് അങ്ങാടികളിലെ കട തിണ്ണകളിൽ അന്തി ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. നേരത്തെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ എല്ലാവിധ സുരക്ഷയോടുകൂടി കഴിഞ്ഞിരുന്ന സ്ത്രീകളെ നിങ്ങളെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സുരക്ഷയിലല്ല എന്ന് നമ്മളൊക്കെ മാറ്റി പറഞ്ഞിരുന്നു. ഒഴിഞ്ഞ ദിവസങ്ങൾക്കകം തിരൂരിൽ നമുക്കറിയാം ഒരു തമിഴ് ബാലികയെ മൃഗീയമായി ഒരു കേരളീയൻ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മൃഗതുല്യനായ ഒരു മനുഷ്യൻ പീഡിപ്പിച്ച കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെയാണ് നമുക്ക് സമരം ചെയ്യാനുള്ളത്. നമ്മുടെ സമരം, നമ്മുടെ ശരീഅത്ത് ഇസ്ലാമികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മൊത്തത്തിൽ ഇതര മതസ്ഥരുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾ കയ്യിലെടുക്കാതെ, മതസ്പർദ്ധ വളർത്താതെ, വിഭാഗീയത ഉണ്ടാക്കാതെ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയുക. അതാണ് സമരമെന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി, അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ചരിത്രം പഠനകാലത്ത് ഉമ്മ കളവ് പറയരുതെന്ന് പറഞ്ഞപ്പോൾ കളവ് പറയാതെ തൻ്റെ മുന്നേ പോയ കച്ചവട സംഘങ്ങളൊക്കെ കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ ഒഴുക്കിനെതിരെ നീന്തി സത്യം പറഞ്ഞ് സമരം തീർത്ത ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് ജീവിതം കൊണ്ട് സമരം തീർക്കുകയായിരുന്നു. ആ ഒരു പാരമ്പര്യമാണ്, മാതൃകയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തിന്മ കണ്ടാൽ അരുതെന്ന് പറയാൻ നമുക്കാകണം. തിന്മ കണ്ടാൽ അരുതെന്ന് പറയാനാകണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാനെങ്കിലും നമുക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് SSF ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പള്ളി മെമ്പറുകളുടെ ഭരണം പിടിച്ചെടുക്കാനോ മദ്രസകളുടെ സിലബസ് മാറ്റാനോ അല്ല ഇവിടെ സംഘടന നിലകൊള്ളുന്നത്. 40ലേക്ക് കിടക്കുന്ന എല്ലാ അർത്ഥത്തിലും പക്വതയുള്ള ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് നാം. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയെ നമുക്ക് മുന്നേറണം. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഖാലിദ് സാഹിബിന്റെ പിന്നാലെ നമുക്ക് സ്വർഗത്തിൽ കിടക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്. SSFന് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം ദീനീ പ്രവർത്തനമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സമരമാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അരുതായ്മകൾക്കെതിരെ, ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെ ദീന് മാനദണ്ഡമാക്കി ജീവിക്കുകയാണ്. സമരമാണ് ജീവിതമെന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കേരളത്തിലെ വിശ്വാസികൾക്ക് വിശ്രമമില്ലാത്ത ദിവസമാണ്. കാരണം പൊതുസമൂഹം ജീവിക്കുന്ന, ഇതര മതസ്ഥർ ജീവിക്കുന്ന കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനിക്ക് ഇസ്സത്തുണ്ടാകേണ്ടത് നമ്മുടെ സമ്മേളനത്തിലൂടെയാണ്. അതിൻ്റെ വിജയത്തിനാകുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ഒന്നിനും ശാരീരികമായോ സാമ്പത്തികമായോ നമുക്കൊന്നും ചെയ്യാൻ നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന, ദുആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പതാകകൾ ഇവിടെ ഉയർത്തുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ നിൽക്കുന്നത് ആരിക്കാട് കുന്നിലെ തെബിർ മസ്ജിദിൻ്റെ പരിസരത്താണ് എന്ന കാര്യം പ്രത്യേകം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഇസ്സത്താണ്, വലിയൊരു അഭിമാനമാണ്. നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ ഇത് തുല്യതയില്ലാത്ത തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്ര മുഹൂർത്തമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി, ഈ പരുപ്പത്തിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉറക്കമില്ലാതെ ജോലിയും പഠനവും ഒക്കെ ഉണ്ടായിട്ട് പോലും അതിനൊന്നും ഭംഗം വരാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരുപാട് നല്ല ഹൃദയങ്ങളുണ്ട്. അള്ളാഹു അവർ ചെയ്തതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അത് കാരണമായി അള്ളാഹു നമ്മെ സ്വർഗീയ ലോകത്ത്
ഒരുമിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മുദ്രാവാക്യം സമരമാണ് ജീവിതം. അതുകൊണ്ട് തിന്മകൾക്കെതിരെ, അരുതായ്മകൾക്കെതിരെ, നമ്മുടെ നഫ്സിന്റെ ശരീരച്ചക്കൾക്കെതിരെ മാനദണ്ഡമാക്കി നമുക്ക് പൊരുതണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് SSF വിളിച്ച മുദ്രാവാക്യം ധാർമ്മിക വിപ്ലവം എന്നാണ്. ധർമ്മത്തിലൂന്നിയ ജീവിതം നയിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ജീവിതം കാഴ്ചവെക്കാൻ നമുക്കാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നേർന്ന് അള്ളാഹു ഈ സദസ്സ്, ഈ ഒരുമിക്കല് സ്വീകരിക്കുവാൻ ആത്മാർത്ഥമായി ദുആ ചെയ്ത് 3 സലാത്തോടു കൂടി പിരിച്ചുവിടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി